ഖദ് സമിയ ജുസ് എന്ന പേരിൽ പ്രസിദ്ധമായ 28-ാം ജുസ് സൂറത്തുൽ മുജാദില മുതൽ സൂറത്തു തഹ്രീം വരെയുള്ള 9 മദനി സൂറകളുള്ള ഈ ഭാഗം വിശ്വാസികളുടെ സാമൂഹിക രൂപീകരണത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുടുംബത്തിലെ അനാചാരമായ ലിഹാർ സമ്പ്രദായത്തെ തിരുത്തുകയും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സൂറത്ത്. അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ടെന്നും രഹസ്യ സംഭാഷണങ്ങളിൽ പോലും നീതി പുലർത്തണമെന്നും സൂറത്തുൽ മുജാദില പഠിപ്പിക്കുന്നു. ബനൂ നളീർ എന്ന ജൂത വിഭാഗത്തിൻ്റെ പുറത്താക്കപ്പെട്ട ചരിത്രമാണ് സൂറത്തുൽ ഹശറിൻ്റെ ആമുഖം. യുദ്ധാർജിത സ്വത്തിൻ്റെ അതായത് ഫൈഇൻ്റെ വിതരണ നിയമങ്ങളും ഇതിൽ സവിസ്തരം വിവരിക്കുന്നുണ്ട്. ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തിൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചുള്ള പരാമർശവും വിശുദ്ധ ഖുർആനിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ചുള്ള സൂചനയുമുണ്ട്. സൂറത്തുൽ മുംതഹനയിലേക്ക് വരുമ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി ഇടപഴകേണ്ടി വരുമ്പോൾ പാലിക്കേണ്ട അതിർവരമ്പുകളെക്കുറിച്ചുള്ള സൂചനയാണ് കാര്യമായുള്ളത്. സത്യവിശ്വാസത്തിനായി പലായനം ചെയ്തു വരുന്ന സ്ത്രീകളെ, വിശ്വാസിനികളെ പരീക്ഷിക്കേണ്ടതിൻ്റെ മര്യാദകളെക്കുറിച്ചും ഈ സൂറത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഐക്യത്തോടെ അണിനിരന്ന് പോരാടാൻ സൂറത്തു സൊഫ് വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യം അള്ളാഹു അതികഠിനമായി വെറുക്കുന്നുവെന്ന് ഈ സൂറത്ത് ഓർമ്മിപ്പിക്കുന്നു. ഹവാരിയുകളെക്കുറിച്ചുള്ള സൂചനയോടുകൂടിയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ജുമ നമസ്കാരത്തിൻ്റെ അനിവാര്യതയും അതിനായി വ്യാപാരങ്ങൾ നിർത്തിവെക്കേണ്ടതിൻ്റെ പ്രാധാന്യവും സൂറത്തുൽ ജുമുഅ വിവരിക്കുന്നുണ്ട്. അറിവുണ്ടായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കാത്തവരെ പുസ്തകം ചുമക്കുന്ന കഴുതകളോട് ഉപമിക്കുന്നതും അള്ളാഹു ഈ സൂറത്തിലാണ്. മദീനയിലെ കപടവിശ്വാസികളുടെ തനിനിറത്തെ സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ മുനാഫിഖൂൻ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ സമീപിച്ച് പൊള്ളയായ വാക്കുകൾ പറഞ്ഞ് സത്യം ചെയ്യുന്നവരെ അതിനിശിതമായി കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ സൂറത്ത്. സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റിൽ നിന്ന് അശ്രദ്ധമാക്കരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ലാഭനഷ്ടങ്ങൾ വെളിവാക്കപ്പെടുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിനെക്കുറിച്ച് സൂറത്തു തഗാബുൻ സംസാരിക്കുന്നു. ഐഹിക ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ വഞ്ചിതരാകാതെ അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ ഇത് വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. വിവാഹമോചനവേളയിൽ പാലിക്കേണ്ട നിയമങ്ങളും സ്ത്രീകളുടെ ഇദ്ദാ കാലയളവുമാണ് സൂറത്തു ത്വലാഖിലെ മുഖ്യ പരാമർശം. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അവൻ വഴിയൊരുക്കുമെന്ന വലിയ ആശ്വാസമാണ് ഈ സൂറത്തിൻ്റെ ആമുഖത്തിലുള്ളത്. കുടുംബജീവിതത്തിലെ മര്യാദകളും ഉത്തരവാദിത്തങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നൊരു ഏട് പറിച്ചു വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് സൂറത്തു തഹ്രീമിൽ അള്ളാഹു ചെയ്യുന്നത്. ലൂത്ത് അലൈഹിസ്സലാമയുടെയും നൂഹ് അലൈഹിസ്സലാമയുടെയും പത്നിമാരെ സത്യനിഷേധികൾക്ക് മാതൃകയായി പറയുമ്പോൾ മറിയം ബീവിയെയും ആസിയ ബീവിയെയും ഉദ്ധരിച്ചുകൊണ്ട് ഉന്നതമായ മാതൃകകൾ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അവരെ പിന്തുടരണമെന്നാണ് സത്യവിശ്വാസികളോട് അനുശാസിക്കുന്നത്.